കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ ടിപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ടിപ്സ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് FM വാട്സപ്പ്, GB വാട്സപ്പ് തുടങ്ങിയ മോഡഡ് വാട്സപ്പുകളിൽ ഉപയോഗിക്കുന്ന നമ്പർ എന്നേക്കുമായിട്ട് നമുക്ക് ബാൻ കിട്ടുമെന്നാണ് വാട്സപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ബാൻ കിട്ടിയ നമ്പർ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ചെറിയൊരു മാർഗ്ഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. എനിക്കും ഇതുപോലൊരു നമ്പർ ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ആ നമ്പർ വീണ്ടും വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 100% വർക്ക് ചെയ്യണമെന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ബാൻ കിട്ടിയ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഞാനെൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. സാധാരണ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ആവശ്യമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് ഈ ഒരു നമ്പർ ഞാൻ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഈ നമ്പർ എനിക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു നമ്പർ ബാൻ ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. നിങ്ങൾക്കും നിങ്ങളുടെ നമ്പർ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു മെസ്സേജ് കാണിക്കുക. ഇനി ഇതുപോലെയല്ല നിങ്ങൾക്ക് മെസ്സേജ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് കാണാം സപ്പോർട്ട് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. താഴെ ഇടതുവശത്ത് കാണുന്ന സപ്പോർട്ട് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണാം. ആദ്യത്തെ ഓപ്ഷൻ ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം, താഴത്തെ ഓപ്ഷൻ കാണാം ആഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഭാഗം. രണ്ടാമത്തെ താഴെ ഉള്ള ഓപ്ഷൻ ആഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്നുള്ള ഭാഗത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരുന്നത് പോലെ തന്നെ നിങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ തെറ്റാതെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും അതുപോലെ തന്നെ വാട്സപ്പ് ബാൻ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദിസ് ഡസ് നോട്ട് ആൻസർ മൈ ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, ജിമെയിൽ, ഇമെയിൽ. നമ്മുടെ ജിമെയിൽ വെച്ചിട്ട് വാട്സപ്പ് കമ്പനിക്ക് നമ്മളൊരു മെയിൽ റിക്വസ്റ്റ് അയക്കുകയാണ്. നമ്മൾ ആ നമ്പറിൽ ബാൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ബാന് ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെസ്സേജ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പ് കമ്പനിക്ക് മെയിൽ അയക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വന്നിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ജിമെയിലാണ്. ഞാനിവിടെ ജിമെയിൽ സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജിമെയിൽ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു മെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ആ ഒരു മെയിൽ ക്രിയേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നിന്ന് ഒരു മെയിൽ ഞാൻ സെൻഡ് ചെയ്യാണ്. ആ ഒരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ മെയിൽ തിരിച്ച് നിങ്ങളുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബാന് ഒഴിവാക്കിയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഒരു നമ്പർ ബാന് കിട്ടിയ സമയത്ത് ഞാൻ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്കും ആ നമ്പർ ബാന് ഒഴിവായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് മെയിൽ വന്നിട്ടുള്ളത്. താങ്ക്സ് ഫോർ യുവർ മെസ്സേജ്. അതുപോലെ തന്നെ എനിക്ക് തുടർന്ന് ആ ഒരു നമ്പർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ നമ്പറാണ് ഞാനിപ്പോൾ വീണ്ടും മെയിൽ അയച്ചത്. അപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ബാന് ഒഴിവാക്കി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.